ഹലോ. ഹലോ, ഞാൻ പത്മയാ. എന്താ മാഡം? പറയൂ മാഡം. ഞാൻ നിങ്ങളുടെ സെക്യൂരിറ്റിയോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞേൽപ്പിക്കാൻ വിളിച്ചതാ. അതിന് മാഡം ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് ജോലിയാ ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് അയാളോട് പറഞ്ഞാൽ മതി മാഡം. ഓക്കെ, പക്ഷേ ഇതിപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേക്ക്. പറയൂ മാഡം. അല്ല, 1-2 തവണ ഈ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. അന്ന് അവർ ഈ വീട്ടിലേക്ക് വന്നത് ഏതൊരു മരത്തിന്ന് ടെറസിലേക്ക് ഇറങ്ങിയതാ. അതുകൊണ്ട് അയാളോട് കുറച്ചു നേരം ടെറസിലൊന്ന് നിൽക്കാൻ പറയണം. അല്ല മാഡം, ഈ പകൽ സമയത്ത് ടെറസിന്റെ മുകളിൽ നിന്നതുകൊണ്ട് വേറൊന്നും അല്ല. അവർക്ക് നിങ്ങൾ ആവശ്യമുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ടെറസിലൊക്കെ ആൾക്കാർക്ക് വരാനുള്ള സാധ്യതകളൊക്കെ പറ്റി അവരൊന്ന് നോക്കിക്കോട്ടെ. എന്നിട്ട് അത് തടയാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാമല്ലോ. ഷുവർ മാഡം. ഞാനിപ്പോ തന്നെ അയാളോട് പറഞ്ഞ് ടെറസിലേക്ക് മാറ്റിയേക്കാം മാഡം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അയാളെ പോലെ ഒരാളെ വീടിനകത്തോട്ട് വിളിച്ചു കയറ്റേണ്ട കാര്യമുണ്ടോ മമ്മി? നമ്മുടെ ടെറസിൽ ഇപ്പോ വെയിലിന്റെ അവസ്ഥ എന്തായിരിക്കും? കുറച്ച് കടുപ്പമായിരിക്കും. പോയി നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് സുദേവൻ കാവല് നിൽക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? അയാള് നമ്മുടെ ശമ്പളം വാങ്ങുന്നവനാ. നമ്മൾ പറയുന്ന എന്ത് ജോലിയും ചെയ്യേണ്ടവൻ. അച്ഛനും മോളും കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തീയില് കാവല് നിന്നവര് വെയിലത്ത് നിന്നാ വാടില്ലാന്നൊക്കെ. വാടൂന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. മമ്മിക്ക് എവിടെന്ന് ഇങ്ങനെ പുതിയ ഐഡിയാസ് കിട്ടുന്നേ? അച്ഛനെ മോളെയും കൊണ്ട് എന്റെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടടി. ഞാൻ അത്രയ്ക്ക് നാണം കിട്ടിയിട്ടുണ്ട്. ടെറസിന്റെ വെയിലില് 1 മണിക്കൂർ അയാൾ തികയ്ക്കില്ല. ഏൽപ്പിച്ച ജോലി ചെയ്യാതെ തിരിച്ച് സെക്യൂരിറ്റി ഓഫീസിലേക്ക് പോയാ അയാൾക്ക് പിന്നെ അവിടെ ജോലിയും ഉണ്ടാവില്ല. ഏൽപ്പിച്ച ജോലി ചെയ്യാൻ അയാൾ തീരുമാനിച്ച അയാൾക്ക് ചിലപ്പോ ജീവൻ ഉണ്ടാവില്ല. പക്ഷേ നന്ദിനി പോയി നോക്കില്ലേ? അവൾക്ക് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് തീർത്തിട്ടല്ലേ പോവൂ. അവൾക്ക് എന്ത് ജോലിയാ കൊടുക്കാൻ പറ്റിയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗ്രേറ്റ് ഐഡിയ മമ്മി. ഇതോടെ അയാൾ തീരും.